കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ജീവാമൃതം അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഈസ്റ്റർ കൂടി, ഉയർപ്പ് തിരുനാൾ കൂടി ആഘോഷിക്കാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും അവസരം തന്നു. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഉയർപ്പ് എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് വലിയ പ്രത്യാശയുടെ ഒരു തിരുനാൾ കൂടിയാണ്. നമ്മളിന്ന് ഒരുമിച്ച് കർത്താവ് തരുന്ന വലിയ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പ്രത്യാശ തന്ന് നമ്മളെ ബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, ഇന്ന് ലോകത്തെമ്പാടും നിരാശയുടെ വിത്ത് സാത്താൻ വിതയ്ക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് നിരാശ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്ന് നമ്മളോട് പറയുകയാണ് പ്രത്യാശയെക്കുറിച്ച്. റോമാക്കാർക്കെതിരെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഈ 3 കാര്യങ്ങളും തന്നുകൊണ്ട് പ്രത്യാശയിൽ സന്തോഷിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഉയർപ്പ് തിരുനാൾ ശരിക്കും ഒരു പ്രത്യാശയുടെ തിരുനാൾ തന്നെയാണല്ലേ. ഒരു സന്തോഷത്തിൻ്റെ തിരുനാളാണ്, ഒരു ആനന്ദത്തിൻ്റെ തിരുനാളാണ്. നമുക്കറിയാം, നമ്മൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ 50 നോയമ്പ് ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകും. കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ പൗലോസിനെ പറയുന്നുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥ. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉദ്ധിതനായ യേശുവിൻ്റെ പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആ തിരുനാൾ ആഘോഷമാണ്. അപ്പോൾ 2020 ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷം എന്നെ വ്യക്തിപരമായിട്ട് എത്രത്തോളം സ്വാധീനിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു. കുരിശിൻ്റെ വഴിയുടെ കടന്നു പോകുമ്പോൾ നമ്മൾ ധ്യാനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നൊയിമ്പ് കാലത്തിൻ്റെ അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ദൈവിക മനോഭാവമാണ് കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കുമ്പോൾ ഉദ്ധാനം നമുക്ക് ആഘോഷിക്കാൻ പറ്റും. നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഉയർപ്പ് ഞായറാഴ്ച ആഘോഷിക്കണേ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന യേശു എന്നൊരു ഏറ്റവും നല്ലൊരു ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത്, ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് വരുന്നത്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന,
പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സമർപ്പണമാണ്, എനിക്കൊരു ചെറിയ ചിന്തയാണ്, ഈ സമർപ്പണമാണ് ഉദ്ധാനത്തിലേക്ക് പിതാവായ ദൈവം യേശുവിനെ നയിച്ചത്. എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തകർച്ചകളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക കടബാധ്യതകളായിരിക്കാം. യേശു പിതാവിങ്കിലേക്ക് എല്ലാം സമർപ്പിച്ചപ്പോൾ 3-ാം ദിനം അത് ഉദ്ധാനമായി മാറി. അവിടെ സന്തോഷം കടന്നു വന്നേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 50 ദിവസം നമ്മൾ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് സഹിച്ച് കുരിശിൻ്റെ വഴിയിൽ കടന്നു പോയതെല്ലാം ഒരു പ്രത്യാശയിലേക്ക് കടന്നു വന്നത് ആ സമർപ്പണമായിരുന്നു. ശരിക്കും 2020 വർഷത്തിൽ ഈശോ നമ്മളോടും പറയുന്നത്, തകർച്ചകൾ വരുമ്പോൾ ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക കടബാധ്യത വരുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കാതെ എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശു എന്നും ജീവിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു. ലോകത്തിൽ ശൂന്യമായ കല്ലറ ക്രിസ്തുവിൻ്റെ മാത്രമേ ഉള്ളൂ. അതിനർത്ഥം യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. പിന്നെ എന്തിനും നമ്മൾ നിരാശപ്പെടണം? അതുകൊണ്ട് ഈ ഉദ്ധാന തിരുനാൾ, പ്രത്യാശയുടെ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട്, പ്രത്യാശയോടെ ഇരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ജീവനുള്ള ദൈവം നമുക്ക് കൂട്ടുപിടിച്ച് ആ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ പ്രത്യാശ നിർഭരമാക്കി മാറ്റാം. ബ്രദർ പറഞ്ഞു, അടിവരയിട്ട് ഒരു ക്രിസ്തു വിശ്വാസി സ്വീകരിക്കേണ്ട ഒരു വചനം എന്ന് വെച്ചാൽ, ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദിയും അന്തവും ജീവിക്കുന്നവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ജീവിക്കുന്നു. ക്രിസ്തു ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞു, പ്രത്യാശ ഉദിച്ചു കഴിഞ്ഞു. പ്രത്യാശ നമ്മുടെ കൺമുമ്പിൽ ഉദിച്ചു നിൽക്കുക. അപ്പോൾ എന്നിട്ടും എൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ടെങ്കിൽ വ്യക്തമാണ് എൻ്റെ ഉള്ളിൽ പ്രത്യാശ ഇല്ല. ക്രിസ്തു ഉദ്ധാനം ചെയ്ത് പ്രത്യാശയുടെ അടയാളമായിട്ട് എൻ്റെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് ജീവിതത്തിൽ നോക്കുമ്പോൾ ഒന്ന് ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം എൻ്റെ ഉള്ളിൽ പ്രത്യാശയില്ലാത്തതാണ്. 37-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം പറയുകയാണ്, നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ആദ്യം എൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ടാകണം. ഈ ആനന്ദം ഉണ്ടാകണമെങ്കിൽ എന്നിൽ പ്രത്യാശ ഉണ്ടാകണം. ഈ ഹെബ്രായർ 11:1 പറയുന്നതാണല്ലോ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. ഈ ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇന്ന് എൻ്റെ സങ്കടങ്ങൾക്കും ആനന്ദം ഇല്ലായ്മയ്ക്കും കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാക്കോബ് ശ്ലീഹ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയാണ്, ചഞ്ചല ഹൃത്തന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയും വേണ്ട. അപ്പോൾ നമ്മൾ സംശയിക്കാതെ വേണം കർത്താവിനോട് ചോദിക്കാനായിട്ട്. ഞാൻ പാലിക്കണം, നമ്മൾ ഗൾഫിലാണ്, നമ്മൾ പുറത്താണ്, നമുക്ക് നാട്ടിൽ പല കാര്യങ്ങളും ഒരുപക്ഷെ ചെയ്യാനുണ്ടായിരിക്കാം. മുനിസിപ്പാലിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ നമ്മളത് ഇവിടെ നിന്ന് വിളിച്ചിട്ട് നമ്മളുടെ ഒരു അപ്പച്ചനെയോ ചേട്ടനെയോ സഹോദരന്മാരെയോ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും, ഒന്ന് പോയിട്ട് ഇതൊന്ന് ചെയ്യാവോ, ഒന്ന് പോയി അന്വേഷിക്കാവോ, ഒന്ന് പോയിട്ട് ചെയ്യാവോ. നമ്മളത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ആളോടാണ് പറയേണ്ടത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരോടാണ് നമ്മളത് പറയുന്നത്. അവരത് ചെയ്യുകയും ചെയ്യും. ഇത്ര പോലും ഉറപ്പ് ഒരുപക്ഷെ ചില സമയത്ത് കർത്താവിനോട് നമ്മൾ കാണിക്കുന്നില്ല. കർത്താവിനോട് കാര്യം നമ്മൾ പറയും, പള്ളിയിൽ പോകുമ്പോൾ, കൂട്ടായ്മ പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയും, ഈശോയെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഇടപെടണേന്ന് പറയും. അവിടെ നിന്ന് വരുമ്പോൾ പിന്നെയും ഈ കാര്യം ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. 55-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഈ ഭാരം പലപ്പോഴും നമ്മൾ ഭാരം കർത്താവിനെ ഏൽപ്പിക്കും, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഭാരം തിരിച്ച് മേടിച്ച് നമ്മൾ വീണ്ടും ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. എൻ്റെ കർത്താവിന് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ആലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ചെറിയ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു നിയോഗം ഈശോയുടെ ഒരു ദാസനോട് പറഞ്ഞു. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന, ഈശോ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയാണ്, യേശു നാമത്തിൽ ഇത് സംഭവിച്ചു. ഇതിന് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ യേശു നാമത്തിൽ ഇത് സംഭവിച്ചിരിക്കും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അത് വിശ്വസിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു, നടക്കും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ അസാധ്യമെന്ന് ഞാൻ കരുതിയ കാര്യം നടക്കുകയാണ്.
അപ്പോൾ വെള്ളത്തിന് മീതെ നടന്ന ഈശോ, യോഹന്നാൻ 11:44 ലാസറെ പുറത്തു വരിക എന്ന വചനത്തിൻ്റെ ശക്തിയാൽ മരിച്ച് അഴുകി 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ച കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈശോ പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? നമ്മളൊക്കെ പറയും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതിൽ ഒത്തിരി ഭാരപ്പെട്ട് ജീവിച്ചവളാണ്, ഒത്തിരി വേദനിച്ചു കരഞ്ഞിരുന്നു. ഈ ഹന്ന വന്നിട്ട് ഈ ദുഃഖം, ഈ വേദന തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് സമർപ്പിച്ചപ്പോൾ ഏലി അവളോട് പറയുന്നുണ്ട്. ആദ്യം ഏലി സംശയിച്ചെങ്കിലും, മദ്യപിച്ചിട്ടാണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഏലി സംശയിച്ചെങ്കിലും പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഈ വേദനയുടെ കാരണം മനസ്സിലായപ്പോൾ ഏലി പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിനക്കൊരു കുഞ്ഞിനെ നൽകും. അവിടെ വചനം പറയുകയാണ്, പിന്നീട് അവൾ ഇതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടില്ല. ആ ഭാരം അവിടെ ദൈവത്തിൽ ഇറക്കി വെച്ചിട്ട് അവളങ്ങോട്ട് പോയി. കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു, പിന്നെ ഇനി ഇതും ചുമന്നുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു മനോഹരമായൊരു ചിന്ത ഒത്തിരി സ്വാധീനിച്ചു. മാർപ്പാപ്പ പറയാണ്, പ്രത്യാശ എന്നത് ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ആഴമായ സ്നേഹവുമാണ്. വീണ്ടും മാർപ്പാപ്പ പറയാണ്, നമ്മുടെ ചിന്തകളും ഭാവനകളും പ്രവൃത്തികളും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ മാത്രമേ ഈ പ്രത്യാശ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾക്കെന്താ പ്രശ്നം? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരങ്ങളും ഒക്കെ പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കും. തൊട്ടടുത്ത് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തെ മറക്കുമ്പോഴാണ് ഈ നിരാശ കയറി വരുന്നത്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പ്രവാചകൻ മനോഹരമായൊരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരാൾ പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹരമായ സംഭവം 17:7-8 പറയുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. പ്രവാചകൻ പറയാണ്, പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ആറ്റുതീരത്ത് നട്ട ഒരു മരത്തിനോട് താരതമ്യം ചെയ്യുക. അതിന് പ്രത്യേകത എന്തുവാ? അതിന് വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുക. പ്രവാചകൻ പറയാ, അതിന് വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വേറൊരു പ്രത്യേകത, വരൾച്ച കാലത്ത് അതിന് ഉത്കണ്ഠയില്ല, അത് എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ഹൃദയ വിചാരങ്ങൾ, എൻ്റെ ആധ്യാത്മികത, എൻ്റെ ആന്തരിക മനുഷ്യൻ ദൈവമാകുന്ന ആ വെള്ളത്തിനോട്, ദൈവത്തിനോട് ചേർന്നിരിക്കുമ്പോൾ, ആഴപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ള മനുഷ്യനായിരിക്കും. അവന് ഉത്കണ്ഠയില്ല. തകർച്ച വന്നാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, സാമ്പത്തിക ഇടപാട് വന്നാൽ, രോഗം വന്നാൽ അവന് തകർച്ചയില്ല, അവന് നിരാശയില്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കും. കാരണം എനിക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച യേശു ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ആഴമായ വിശ്വാസം ആ പ്രത്യാശയുള്ള മകൻ്റെ മനസ്സിലുണ്ടായിരിക്കും. പ്രവാചകൻ പറഞ്ഞ പോലെ എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രത്യാശയുള്ള മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയോ, അവൻ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് എന്തുണ്ടായാലും എൻ്റെ കർത്താവിനെ നോക്കിക്കോളും. അതാ നമുക്കെല്ലാവർക്കും സ്വന്തമാക്കേണ്ടത്. എന്നും സമൃദ്ധി, എന്നും സന്തോഷം. പക്ഷേ അവൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ മുഴുവൻ കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് പ്രത്യാശയായിട്ട് മാറും. പ്രത്യാശയുടെ നേരെ വിപരീതമാണ് നിരാശ എന്ന് പറയുന്നത്. നിരാശ കാരണം അനേകർ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരാശ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയും സ്വന്തം കഴിവിൽ മാത്രമുള്ള ആശ്രയത്വമാണ് ഒരു വ്യക്തിയെ നിരാശയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നിരാശ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരത്തിൻ്റെ അടയാളം കൂടിയാണ്. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിക്കുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മനോഭാവം വിട്ട് കർത്താവിന് നേരെ നമ്മൾ കരങ്ങൾ ഉയർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ തന്നെ ഒരു വ്യക്തി കരങ്ങൾ ഉയർത്തുക എന്ന് പറയുന്നത് സറണ്ടർ ചെയ്യുന്ന പോലെയാണ്. എനിക്ക് എൻ്റെ കഴിവിൽ ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. ഇതുപോലെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ കരങ്ങൾ ഉയർത്താനായിട്ട് നമ്മൾ തയ്യാറായാൽ ദൈവം ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണ് യെശയ്യാ 58:11. അങ്ങനെയാണ്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും അവിടെ നിന്ന് നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ അവിടെ നിന്ന് ബലപ്പെടുത്തും, നട്ടു നനച്ച പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. കർത്താവിൽ ആശ്രയിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത അതുപോലെ തന്നെ 1-ാം സങ്കീർത്തനത്തിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അപ്പോൾ ഈശോയോട് ചേർന്ന്, കുദാശകളോടുകൂടി ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി അവന് പ്രത്യാശയിൽ ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിരാശയും ആകുലതയും ഉത്കണ്ഠയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് തയ്യാറാകണം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ, ഇല്ലേ? ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴവ് പറ്റിയിട്ടുണ്ടോ? എൻ്റെ കൂദാശ ജീവിതം എങ്ങനെയാണ്? എൻ്റെ വചനവായന എങ്ങനെയാണ്? ഇല്ലേ, കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആ മുന്തിരിച്ചെടിയും ശാഖയും പോലുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ഒരു വിള്ളൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് തയ്യാറാകണം. ഈ ഒരു ചേർച്ച അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13:11 പറഞ്ഞിട്ടുണ്ട്. അത് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ ബ്രദർ പറഞ്ഞു മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്നിരിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ചേർന്നിരിക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥ പറഞ്ഞു കൊടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഗ്യാപ്പിലൊന്നും ഉണ്ടാകരുത്. നസ്രാനായ യേശുക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന ജീവരസം എന്ന് വെച്ചാൽ പ്രത്യാശ, വിശ്വാസം, സ്നേഹം, ഇതെല്ലാം ആരൊട്ടി നിൽക്കുന്നുവോ അവനിലേക്ക് ഒഴുകും. അപ്പോൾ എന്നിൽ നിരാശയാണെങ്കിൽ അതിനർത്ഥം ഞാൻ എൻ്റെ അപ്പനോട് ചേർന്നല്ല. പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രദർ പങ്കുവെക്കുകയായിരുന്നു ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, വ്യക്തമായിട്ട് പറയുക. എന്നിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അതിന് ശേഷം കൊടുത്തേക്കുക അത് നിങ്ങളുടെ നാശത്തിനല്ല, വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. പിന്നെ സംശയിക്കാൻ ഒന്നുമില്ല. നമ്മൾ ഇന്നേ വരെ പറ്റിക്കാതെ ദൈവം പറയുകയാണ് അത് നിൻ്റെ നാശത്തിനല്ല. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു നിരാശ കടന്നു വരാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ നോട്ടം പിൻവലിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, എനിക്കൊരു ആവശ്യം, ഒരു നിയോഗം ഞാൻ സമർപ്പിക്കുന്നു. ഈ നിയോഗത്തിൻ്റെ ഉത്ഭവം എവിടെയെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ പാളിച്ച എനിക്ക് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ശമ്പള വർധനവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവന് ശമ്പളം വർദ്ധിക്കുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു നിയോഗം എൻ്റെ മനസ്സിൽ പൊങ്ങുക, എനിക്ക് ശമ്പളം വർദ്ധിക്കണം. സാധാരണ ഒരു വീട്ടിൽ ഒരു പരാതിയും കൂടാതെ ജീവിച്ചിരുന്ന ഞാൻ ഒഴിഞ്ഞ പറമ്പിൽ ഒരു സഹോദരൻ വന്നിട്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് പണിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നിയോഗം പൊങ്ങുക, എനിക്കൊരു വീട് വേണം എന്ന് വെച്ചാൽ അപരൻ്റെ നന്മ കണ്ട് എൻ്റെ ഉള്ളിൽ നിയോഗങ്ങൾ പൊങ്ങുക. വ്യക്തമായിട്ട് ദൈവപിതാവ് പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അയൽക്കാരൻ്റെ പറമ്പിലല്ല, നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൻ്റെ മനസ്സിലല്ല, നിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ മനസ്സിലല്ല, മറിച്ച് നിന്നെ സൃഷ്ടിച്ച എൻ്റെ മനസ്സിലുണ്ട്. ഇന്നേ വരെ പറ്റിക്കാത്ത എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല. ഇതുമാത്രം മതി ശരിക്കും പറഞ്ഞാൽ പ്രത്യാശയിൽ നമ്മൊന്ന് ഉണർന്നെഴുന്നേക്കാൻ. ഒരുപക്ഷെ ഒരുപാട് ഉയർപ്പ് തിരുനാളുകൾ ആഘോഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉദ്ധാനം കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം, തിരിഞ്ഞു നോക്കണം, എൻ്റെ മുറുകെപ്പിടുത്തം എവിടെയാണ്. ഫിലിപ്പിയർ 2:16 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. എൻ്റെ പിടുത്തം എവിടെയാണ്? ഞാൻ എവിടെയാണ് ഒട്ടിച്ചേർന്നിരിക്കുന്നത്? ഞാൻ ലോകത്താഴമാണോ എൻ്റെ സൃഷ്ടാവിനോടാണോ? ഈ ഒരു അവസ്ഥയിൽ നമ്മളോട് തിരിഞ്ഞു നോട്ടവും നമ്മളെ തന്നെ ഒന്ന് വിമർശിക്കാനോ ഒന്ന് തയ്യാറായാൽ നമ്മളെ ജീവിതത്തിൽ നിരാശയ്ക്ക് കാരണം കണ്ടെത്താൻ പറ്റും. കർത്താവ് വന്നിട്ട് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 2-3 കാര്യങ്ങളൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന്, കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാം. പിന്നെ 2, കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരാം. ഇതൊക്കെയാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ് ഇത്. ഏറ്റവും അൾട്ടിമേറ്റ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനാണ്. അപ്പം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19, 20, 21 വചനങ്ങളിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്,
തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ വന്ന് തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവിൻ. അവിടെ തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കുകയില്ല, കള്ളന്മാർ വന്ന് മോഷ്ടിക്കുകയുമില്ല. എന്നിട്ട് പറയാണ്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം. ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല ശരിക്കും, ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ്, ഇൻട്രസ്റ്റ് എത്ര വരും, എവിടെ പോയി ഇവിടെ പോയെന്ന്. സ്വർഗത്തിലേക്ക് നമ്മൾ നിക്ഷേപിക്കാൻ കണ്ടെത്തുന്ന സമയം, അതിനുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, അതാണ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ശരിക്കും. അല്ല ബ്രദർ, ഇന്ന് വരെ ഈ സ്വർഗത്തിന് നിക്ഷേപത്തിന്റെ മൂല്യം ഇടിഞ്ഞിട്ടില്ല. ഇല്ല, മൂല്യം ഇടിഞ്ഞിട്ടില്ല. നമ്മൾ മുറുകെ പിടിച്ച കറൻസിയുടെ മൂല്യം എപ്പോഴും ഇടിഞ്ഞു കൊണ്ടിരിക്കുക. നമുക്ക് നിരാശ വരുന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ല, ഭൗതികമായ കാര്യങ്ങളാ, ഭൗതികമായ നേട്ടങ്ങളാ. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവന് സ്വർഗ ലക്ഷ്യം. അവിടെ നിരാശയല്ല, പ്രത്യാശ ജീവിതം നയിക്കാൻ പറ്റും നമുക്ക്. അല്ല ബ്രദറെ, ഇത് ഞാൻ ആലോചിക്കുകയാണ്, യേശു തൻ്റെ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ കൂടെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ എന്നെ ജനപ്രമാണികളും പുരോഹിത പ്രമുഖരും എന്നെ ആക്രമിക്കും, എന്നെ പീഡനത്തിന് വിധേയരാക്കും, ഞാൻ മരിക്കും, എന്നാൽ മൂന്നാം നാൾ ഞാൻ ഉദ്ധാനം ചെയ്യും. ഇതൊരിക്കലും യേശു പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ടോ ശിശുമാരെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ ദുഃഖിച്ചുകൊണ്ടോ അല്ല, പ്രസന്നതയോടെ മുഖം ശോഭിച്ചുകൊണ്ടിരുന്നു, നെഞ്ചു വിരിച്ചാണ് പറഞ്ഞ് ഞാൻ മൂന്നാം ദിനം ഉദ്ധാനം ചെയ്യും. ഇത് അവർ സ്വർഗത്തിലുള്ള യേശുവിൻ്റെ പ്രത്യാശയാണ്. ആ യേശുവാണ് ഉദ്ധാനം ചെയ്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ 2 കരവും നീട്ടി അനുഗ്രഹിച്ച് സന്തോഷത്തോടെ പോയത്. അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടെന്നല്ല പോയത്. കാരണം ഈ നിൽക്കുന്ന ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരും, ഇതൊരു പ്രത്യാശയാണ്. ഇതിലാണ് ഈശോ പറഞ്ഞ യോഹന്നാൻ 14:1-2 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഭയമുണ്ട്, കൊറോണ വൈറസ് വരുമോ, അത് വരുമോ, ഇത് വരുമോ എന്നൊക്കെ അല്ലേ. നമ്മുടെ പ്രത്യാശ ഈ സ്വർഗം മാത്രമാണെങ്കിൽ ഒരു കൊറോണ വൈറസിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ മരിക്കുന്നു എന്നതിലല്ല, എങ്ങനെ മരിക്കുന്നു എന്നതിലല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത്. മരണശേഷം നമ്മൾ എവിടെ ആയിരിക്കാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അല്ല, ഈ ഭൂമിയിൽ എങ്ങനെ നമ്മുടെ ശരീരം മുറിക്കപ്പെട്ട് പീസായിട്ട് മാറിയാലും എൻ്റെ ശരീരത്തിനൊരു ഉയർപ്പുണ്ട്. സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ തന്നെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി പോലും സമ്പാദിക്കാൻ പറ്റാത്ത എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ എനിക്ക് വേണ്ടി അവർ സ്വർഗത്തിൽ ഒത്തിരി നിക്ഷേപങ്ങൾ അവരെനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ, നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും നമുക്കെല്ലാവർക്കും ഉള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണത്. ഈ ഭൂമിയിൽ ബാങ്ക് ഡെപ്പോസിറ്റും സ്ഥലങ്ങളും വീടുകളൊക്കെ അവർക്ക് നല്ല വിദ്യാഭ്യാസം എല്ലാം കൊടുക്കുന്നതിനേക്കാൾ ഉപരി മാതാപിതാക്കളായ നമുക്ക് നന്മ പ്രവൃത്തിയിലൂടെ, പുണ്യപ്രവൃത്തിയിലൂടെ പുണ്യം അഭ്യസിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാനായിട്ട് സാധിക്കണം. ആ നിക്ഷേപത്തിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് നമ്മുടെ മക്കൾക്കായിരിക്കും ദൈവാനുഗ്രഹങ്ങളായിട്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെ മാത്രമല്ല, അതാണ് നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിൻ്റെയോ അവരുടെ സന്താനങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. എപ്പോഴാണെന്നോ നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, 1 കൊരിന്ത്യർ 15:19 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഈ ഭൂമിയിലെ നന്മകൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ഓടാം. അതാണ് നമ്മുടെ പ്രത്യാശ. ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് പ്രത്യാശയുടെ അടിസ്ഥാനം. യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദൈവമല്ല, മനുഷ്യമുഖമുള്ള ദൈവം, എൻ്റെ മുഖമുള്ള ദൈവം. ഉൽപ്പത്തിയിൽ പറഞ്ഞില്ലേ, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. എൻ്റെ ഛായ ഈശോയുടെ ഛായ, ദൈവത്തിൻ്റെ ഛായ.
അതെനിക്ക് മനസ്സിലാക്കാൻ എന്ന് സാധിക്കുന്നുവോ അന്നാണ് എൻ്റെ ഹൃദയത്തിൽ ഉദ്ധാനം ചെയ്ത യേശു ജീവിക്കുന്നതെന്ന് പറയും. മാർപ്പാപ്പ വീണ്ടും പറഞ്ഞു, മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയണമെങ്കിൽ ദൈവം തന്നെയായിട്ട് പ്രവർത്തിക്കുക ഭൂമിയിൽ. എനിക്ക് തോന്നുന്നു ഓരോ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു മാധ്യമങ്ങളിലൂടെ. മാർപ്പാപ്പ കൈത്തട്ടി ദേഷ്യപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ വിളിച്ച് മാപ്പ് കൊടുക്കുന്ന മനോഹരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി മാർപ്പാപ്പയിലൂടെ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മാർപ്പാപ്പ പറയാണ്, മനുഷ്യൻ്റെ എല്ലാ പരിമിതികൾക്കും കുറവുകൾക്കുമുള്ള ദൈവത്തിൻ്റെ പരിഹാരമാണ് ദൈവം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു ചിന്ത. ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ചിന്ത. എങ്ങനെ നമുക്ക് ദൈവത്തെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റും? നമുക്കറിയാം, കൂദാശകളിലൂടെ, അടിസ്ഥാനപരമായി വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ കൂടെയുണ്ട്. ഞാൻ പ്രത്യാശിക്കുന്ന ദൈവം, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവം യോഹന്നാൻ 6:56 പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ കൂദാശകളിലൂടെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ജീവനുള്ള ദൈവമായി ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നില്ലേ, ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ചേതനയിലും ഇറങ്ങിച്ചെന്ന് അവയെ പരിവർത്തനം നടത്തുന്ന ദൈവവചനത്തെ ഞാൻ കൂട്ടുപിടിക്കുമ്പോൾ എനിക്ക് പ്രത്യാശയിൽ ജീവിക്കാൻ പറ്റും. ഉദ്ധാനം ചെയ്ത യേശുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രത്യാശ നിറഞ്ഞതായി മാറുവാൻ, അങ്ങിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ, അങ്ങൊരുക്കിയ വാസസ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേരേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യം സ്വീകരിച്ച് ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കുവാനായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ ബലഹീനതകളും കുറവുകളും പ്രത്യാശയ്ക്ക് വിശ്വാസത്തിനെല്ലാം തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ചരടുകളും അങ്ങേ കരങ്ങളിലേക്ക് വിശ്വാസപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ പക്കലേക്ക് വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.